നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കിലുക്കാൻ പറ്റിയെത്താണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട താരക്കുട്ടി എത്തുന്നു. വെൽക്കം താര ഓൺ സ്റ്റേജ്. Our lady superstar. ഓ സുന്ദരി തന്നെ കേട്ടോ. എനിക്കിപ്പോ കണ്ടപ്പോണ്ടല്ലോ മിനുട്ടി നയൻതാര വരുന്നവർ. എനിക്കും തോന്നി അങ്ങനെ. ഈ താര എന്നുള്ള പേരും ഈ ഡ്രസ്സും സൗന്ദര്യവും എല്ലാം കൂടെ ചേർന്നപ്പോ നയൻതാര വരുന്നവർ. അതുപോലെ ഉണ്ട് കേട്ടോ ശരിക്കും. ഇപ്പൊ പഠിച്ചല്ലോ ഇന്നലത്തെ എന്ത് ഇത് പഠിച്ചല്ലോ എല്ലാരും. നമസ്കരിച്ച് അതല്ലേ ഇതല്ലേ ചൊറിയുന്നല്ലേ? ഓ ഇങ്ങനെ ഇങ്ങനെ അല്ല ഇങ്ങനെ ഇവിടെ കുത്തുക വേണ്ടോ നമ്മള്? ഓ ചൊറിയരുത്, ഇങ്ങനെ കുത്തണം ഈ തൊണ്ട. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കുത്തരുത്, പാട്ട് പാടണ്ടേ? അത് ഐസ്ക്രീം കഴിക്കുമ്പോഴൊക്കെയാ എന്ത് പ്രശ്നമുള്ളൂ. ഓ അത് ശരി. എക്സ്ക്യൂസ് മീ, ഐസ്ക്രീം കഴിക്കൂ? ഡിസൈനിങ് കഴിഞ്ഞു. പാടുന്ന കുട്ടികൾ ഐസ്ക്രീം കഴിക്കുക? ഫലൂദ എന്ന് പറയുന്ന ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? ഫലൂദയാ? ഫലൂദ എന്ന് പറയുന്നത് ഫലൂദ ഐസ്ക്രീം, ഫ്രൂട്ട്സിന്റെ okay. ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ഫലൂഡ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? തുടങ്ങി വേണ്ട അതിൽ ചീഞ്ഞിട്ട് വേർപ്പല്ലെന്ന് അത് പറയണ്ട. ചീഞ്ഞിട്ട് വേർപ്പുണ്ടെന്ന് പറയല്ലേ, അതൊന്നും വേണ്ട. വേർപ്പൊന്നും ഇല്ല അതിനകത്ത്. വേണോ മോക്ക്? വേണോ ഫലൂഡ? കഴിച്ചിട്ട് എന്നെ ചൂണ്ടിക്കണ്ടിട്ട് അതെന്താ പുതിയൊരു സ്റ്റൈല്? ഒരു മുறை വന്ന് അയ്യോ എനിക്ക് പേടിയാവുന്ന കേട്ടോ കണ്ടിട്ട്. നയൻതാരക്ക് ഇങ്ങനൊരു മുഖമോ? എന്റെ അമ്മേ, രൗദ്രമുഖം. നന്നായിട്ട് അഭിനയിക്കണ്ടല്ലോ, കൊള്ളാലോ. ഇപ്പൊ പാട്ട് വെച്ചോട്ടാ, എനിക്കതുണ്ട്. അല്ലെങ്കിൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇല്ലില്ല, ഒരു മുറിയല്ല വെക്കണ്ടേ, 2 മുറ വെച്ചോ. അതല്ല, അവള് പാടുന്ന പാട്ട് വെക്കാനാ അവള് പറയുന്നത്. മോളെ 1 മുറ 2 മുറ 3 മുറ വേണോ? 3-ാം മുറ വെക്കാം. ശരിക്കും നാഗവല്യ നോക്കിയ പോലെ തന്നെയാണല്ലോ നോക്കിയത്. ഇപ്പൊ മീനുട്ടി ഏത് പാട്ടാ പാടുന്നത്? ഏത് പാട്ടാ കുഞ്ഞു പാടുന്നേ? കണ്ട അതേ നോക്കണുണ്ട്. ആരക്കുട്ടി ഏത് പാട്ടാ സുന്ദരിയായിട്ട് പാടുന്നത്? വന്നിട്ട് ഇങ്ങനെ മുഖം വെക്കാമോ? എന്ത് പറ്റി? മറന്നുപോയി. അയ്യോ, ഏതാ പൈസയിലിട്ട് ഇവളുടെ പാട്ട്? ഞാൻ പറയാം കാറ്റിൽ ഇളം കാറ്റിൽ കാറ്റിൽ ഇളം കാറ്റിൽ തന്നെ. ഈ ട്യൂണായിരുന്നു അപ്പൊ ഞാൻ പാടിയത്? അല്ല, പിന്നെയോ? കാറ്റ് കാറ്റേ നീ. അല്ല അങ്ങനല്ല. കാറ്റിൽ അല്ല, ഇളം കാറ്റിൽ ഒഴുകി വരും ഒരു കാണാ കുയിൽ പാടും കളമുരളീഗാനം. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാ കുയിൽ പാടും കളമുരളീഗാനം. പോട്ടെ, ക്ഷമിച്ചു വിട്, പാവങ്ങളല്ലേ, അറിയാതെ ചെയ്യുന്നത്. അറിയില്ല. കാക്കാട്ടിലെ കൂക്കൂട്ടിലെ കാക്കാത്തിയെ വാ. മതങ്ങളെ അവള് പെർമനന്റ് ആയിട്ട് മറക്കൂട്ടോ. ഒന്നിട്ട് വയസ്സിലിട്ടോ, ഒന്നിട്ട് കൊടുത്തേ. കാറ്റിൽ ഇളം കാറ്റിൽ കാറ്റിൽ ഇളം കാറ്റിൽ. ഞങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ശരി, താര ഒരു താര റാണിയാണ്, നയൻ താരയാണ്. ഇപ്പൊ പാട്ട് വെച്ചോളൂ. All the best. All the best. Thank you. ഇപ്പൊ ഓർമ്മ വന്നല്ലേ? ഇനി മറക്കുന്നതിന് മുന്നേ നമുക്ക് പാടിയേക്കാം. ഈ ഷോൾ ഇങ്ങനെ തന്നെയാണോ ഇടുന്നത് കുഞ്ഞ്? ആണ്. പാടാൻ എത്ര അസൗകര്യമാണ്. അതെയോ, പാടി കഴിഞ്ഞിട്ട് തന്നാ മതിയോ? അതാണ്, അല്ലെങ്കിൽ കൊണ്ടുവരെ. ഇപ്പൊ അല്ലേ ഒരു സുഖമായത്? അതെ. അതെനിക്ക് തരുമോ? കൊടുക്കത്തില്ല, ഇത് തരാൻ പറ്റില്ല. പ്ലീസ്. വെരി ലക്ഷറി ആയിട്ടാണ്. ഇല്ലില്ല, കൊടുക്കൂല ഞാൻ തിരിച്ചു തരാം. ഇല്ല, അതെ, എനിക്കും തരാമോ? തിരിച്ചു തരാം. ചായ ഉണ്ടാക്കുമ്പോഴേ ചായപ്പൊടി അരിക്കാനുള്ള ഞാൻ മോട്ടിച്ചെടുക്കും ഞാൻ. കൊടുത്തോ. ആഹാ, എന്തൊരു ഷോ. സുന്ദരിയായിട്ടുണ്ടല്ലേ താരക്കുട്ടി? സുന്ദരിയല്ല, സുന്ദരൻ.
താരക്കുട്ടി കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. ഇതൊന്നും തന്നാ പോരാ, കാരണം വേറൊന്നുമല്ല, ഇന്ന് വരെ ഈ മെച്യൂർഡ് ആയിട്ടുള്ള, അതായത് സീനിയർ സിംഗേഴ്സ് പോലും ഇത്ര ഒരു ഭാവത്തോടു കൂടി, അതായത് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ഇത് പറയേണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ സംഭവിച്ചത് എന്താണെന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം സംഗീതത്തിൻ്റെ അൾട്ടിമേറ്റാണ്. കാരണം സുശീലാമ്മ പാടിയ ഈ പാട്ട് കാറ്റിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് 1965 പാടിയ ഒരു പാട്ട് ഈ 5-6 വയസ്സായിട്ടുള്ള കൊച്ചുമോള് പാടുമ്പം അയ്യോ, അത് താങ്ങുന്നതിലും മുകളിലാണ്. കാരണം ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഇതിൽ കൂടുതൽ താങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ദാറ്റ് മച്ച് എക്സ്പ്രഷൻ ആൻഡ് സ്വീറ്റ്നെസ്. ഒന്നും പറയില്ല. കാരണം വേറൊന്നുമല്ല, നമുക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ഭാവിയിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഗായികയായിട്ട് മാറും, വലിയ ലെവലിലുള്ളൊരു പാട്ടുകാരിയായിട്ട് മാറും. സിനിമാ പാട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനുമുപരി ഒരു വലിയ പാട്ടുകാരിയായിട്ട് മാറും. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കാരണം ഓരോ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമില്ലാതെ തോന്നും. ഇത്ര തന്നെ, ഒന്നുമില്ല. മോക്കെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. എൻ്റെ കൂടെ വരുന്നു, അങ്കിൾ അവിടെ ഞാനങ്ങ് കൊണ്ടുപോകാൻ വിചാരിച്ച സത്യം. ആ ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. ആ ഗാനം എന്നുള്ളത് ഞാൻ സുശീലമ്മ കഴിഞ്ഞിട്ട് ഇതുവരെ ലോകത്തിൽ ആരും ഇതുപോലെ ഭംഗിയായിട്ട് പാടിയിട്ടില്ല. അത് ആ ഒരു വാക്ക് മാത്രം മതി ഇവളുടെ പാട്ടിന്. ഓ ഗോഡ് ബ്ലെസ്. അത് ഇത് തന്നെ പറയാൻ നമ്മൾ വി ആർ സീയിങ്, ഇതാണ് ആ ഗോഡ് ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം. സംഗീതം ആ ദേവത ഇവിടെ കാണുകയാണ് ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കണത്. അത് നല്ലോണം കൊണ്ടുപോയില്ലേ മുമ്പിലേക്ക്, പഠിച്ച് മിടിക്കാവണം കേട്ടോ. ഇങ്ങനെ നല്ല ഓരോ സ്റ്റെപ്പായിട്ട് പഠിച്ച് സീനിയർ സിംഗേഴ്സിനെയൊക്കെ നല്ലോണം റെസ്പെക്റ്റ് കൊടുത്ത്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മറ്റുള്ള സിംഗേഴ്സ് പാടണ നല്ലോണം ശ്രദ്ധിച്ച് അവരെ എൻജോയ് ചെയ്യണം കേട്ടോ. മിടുക്കി കുട്ടി, വലിയ പാട്ടുകാരിയാവും തീർച്ചയാണ്. താരക്കുട്ടി എന്താണ് അടിപൊളിയായിരുന്നു കേട്ടോ. ശ്രീകുട്ടനങ്ങള് കൊണ്ടുപോകാൻ പോവാന്ന്. പോവോ കൂടെ? അല്ലെങ്കിൽ സങ്കടാവും? ഉറപ്പാണോ? വരുന്ന വന്നോട്ടെ. എനിക്ക് ഇതിൽ കൂടുതൽ വലിയ സന്തോഷം വേറൊന്നുമില്ല. ഉഗ്രനായിട്ട് പാടിട്ടോ. ഫീൽ ഉണ്ടായിരുന്നു, ഫീൽ എക്സ്പ്രഷൻസ്. ഭാവിയിലെ സിംഗിങ് സൂപ്പർ സ്റ്റാർ ആവട്ടെ. അപ്പൊ ഞങ്ങളൊന്നും മറക്കരുത്. ഉറപ്പാണോ? സത്യം. ഞാനിങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നാളെ ഞാൻ തിരിച്ചു പോകുമ്പോ ഒരു ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്താൽ ഞാൻ അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോന്ന്. ഏത് ട്രെയിനിൽ പോകണ്ട, എന്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോവാം. കെണിയുണ്ടല്ലോ. കെണിയോ? ഇത് എനിക്ക് ഈ പാട്ട് കേട്ട് എനിക്ക് സ്നേഹം സഹിക്കാൻ വയ്യ. ഒന്നും സുജു ആൻറ്റി ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയ ഗിഫ്റ്റ്, ചോക്ലേറ്റോ എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉടുപ്പോ മോക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടിട്ട്, അത്ര ഇഷ്ടമായി കേട്ടോ. സന്തോഷം. ഐ എം ടേക്കിംഗ് സോ മെനി മെമ്മറീസ് ഫ്രം ഹിയർ. ചില മൈൽ സ്റ്റോൺസ് എന്നൊക്കെ പറയുന്ന പോലെ ടോപ്പ് സിംഗറിൻ്റെ ഒരു നല്ല എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പോകരേ.